അപ്പൊ ചരിത്രത്തിയിട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഇവിടെ നമ്മൾ ഈ സിദ്ധാർത്ഥന്റെ കാര്യം പറഞ്ഞു. നമുക്കറിയാം, നിങ്ങൾ എല്ലാവരും അമ്മമാരാണ്, അച്ഛന്മാരാണ്. നിങ്ങൾക്കും എനിക്കും ഒക്കെ മക്കളുണ്ട്. എൻ്റെ മകൾക്ക് 11 വയസ്സായിട്ടുള്ളൂ, മകന് 14 വയസ്സ്. ഒരു കുട്ടിയെ വളർത്തി വലുതാക്കി എടുക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാവുന്ന ആളുകളാണ് ഈ ഇരിക്കുന്നവരൊക്കെ. അവരെ നമ്മൾ 10 മാസം ചുമന്ന് പ്രസവിച്ച് ഞാനൊക്കെ ശരിക്കും അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ള ആളാണ്. കാരണം അവരുടെ ഓരോ ദിവസവും അവരുടെ വളർച്ചയിൽ ഒരു പനി വരുമ്പോൾ, ഒരു നീർവീഴ്ച വരുന്ന സമയത്ത് കാരണം വലിയ ആളുകൾക്ക് വരുന്ന പോലെയല്ല, എത്രയോ തവണ ചങ്ക് പൊട്ടുന്ന മാതിരി വിഷമിച്ചിട്ടുണ്ട് നമ്മൾ. 6 മാസം പ്രായമുള്ളപ്പോൾ എൻ്റെ മകനെ കൊണ്ട്, ഞാൻ ആദ്യത്തെ മകനെ കൊണ്ട് അമേരിക്കയ്ക്ക് പോയി. അവിടെ ചെന്ന് ഒരു ദിവസം പെട്ടെന്ന് ശ്വാസം കിട്ടാതെ ആവുന്നു, തൊണ്ടയിലെ അടപ്പ് വരുന്നു. രാത്രി 3 മണിക്കാണ്. ഇവിടുത്തെ മാതിരി നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെന്ന് കഴിഞ്ഞാലൊന്നും അങ്ങനെയൊന്നും ആളെടുക്കില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജാതകം മുഴുവൻ ചോദിച്ച് മനസ്സിലാക്കി എഴുതി ഫോം ഫില്ല് ചെയ്ത് പിന്നെ തൊട്ടോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഡോക്ടർമാർ കൈ തൊടുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോ നിമിഷവും നമുക്ക് ആകാംക്ഷയാണ്, നമുക്ക് പേടിയാണ്, എന്താ ചെയ്തതെന്നറിയില്ല. പറയുന്ന സ്ഥലത്തൊക്കെ ഒപ്പിട്ട് കൊടുക്കുന്നു. പക്ഷെ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഒന്ന് ദേഹത്ത് സ്റ്റെതസ്കോപ്പ് വയ്ക്കുന്നതിന് നമ്മുടെ അനുവാദം ചോദിക്കും. അത് കഴിഞ്ഞ് പൾസ് നോക്കുന്നതിന് നമ്മുടെ അനുവാദം ചോദിക്കും. ഇങ്ങനെ ഓരോന്നും അനുവാദം ചോദിച്ച് കുട്ടിക്ക് ശ്വാസം കിട്ടാതെ വരുന്നു. അപ്പം നമുക്കറിയാം, അന്ന് അങ്ങനെ എത്രയോ വിഷമിച്ച അവസരങ്ങളുണ്ട്. നിങ്ങളൊക്കെ അതുപോലെ പോയിരിക്കുന്നതായിരിക്കും. നമുക്കൊരു പനി വന്നാലോ നീർവീഴ്ച വന്നാലും നമ്മൾ വേദനിക്കില്ല. പക്ഷേ കൊച്ചുകുട്ടികളായിരിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ കാര്യത്തിൽ ഓർത്താണ്. അവർക്കൊരു പനി വരുമ്പോൾ, അല്ലെങ്കിൽ അസുഖം വരുമ്പോൾ, വീണ് എന്തെങ്കിലും മുറിവ് പറ്റുമ്പോൾ, അല്ലെങ്കിൽ ഒന്ന് വീണ്, നമുക്കറിയാം കട്ടിൽ നിന്ന് താഴെ വീഴാത്ത കുട്ടികൾ വളരെ ചുരുക്കം. എൻ്റെ 2 മക്കളും കട്ടിൽ നിന്ന് താഴെ വീണു. നമ്മൾ എത്ര ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ഉറങ്ങിപ്പോകും. അവരെങ്ങനെയെങ്കിലും പഠിച്ച് നിലത്ത് വീഴും, തല പിടിച്ചായിരിക്കും വീഴുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് എന്താണ് നമുക്ക് എവിടെയാണ് നമ്മൾ വിളിക്കുക, എങ്ങടെ കൊണ്ടുപോകുക, തല പൊട്ടിയിട്ടുണ്ടോ, ബ്ലീഡിങ് ഉണ്ടോ, നമ്മുടെ ജീവിതം തന്നെ ആകെ തല തിരിയുന്ന ഒരു സമയങ്ങളാണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അറിയാം, ഒരു കുട്ടിയെ നമ്മൾ വളർത്തി വലുതാക്കി നല്ല രീതിയിൽ വളർത്തണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് പാടുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമ്മളൊക്കെ ജീവിക്കുന്നത് തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് സ്വപ്നങ്ങൾ കാണാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത സൗകര്യങ്ങൾ, സുഖസൗകര്യങ്ങൾ, നമ്മളൊക്കെ ഇവിടെ എന്താ പറയുക, നരകിച്ച് മരിച്ച് ജീവിക്കുന്നവരാണത്. ഇപ്പം ഇവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. നമുക്കറിയാം, എല്ലാവരുടെയും മനസ്സിൽ ഒരു ബോംബ് പോലെയാണ്. ആരോടാ പറയുക? ഒട്ടനവധി പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മനസ്സിലുണ്ട്. അസുഖങ്ങളായിക്കോട്ടെ, മക്കളുടെ വിദ്യാഭ്യാസമായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ മറ്റുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെയായിട്ട് ഒരുപാട് വേദനകൾ മനസ്സിൽ ഉള്ളിലൊതുക്കി ജീവിക്കുന്ന ആളുകളാണ്. എൻ്റെ അടുത്ത് വന്നിട്ട് ഒരുപാട് ആളുകൾ, ഒരിക്കലും ഒരു അമ്മച്ചി വരികയാണത്. അപ്പോൾ അമ്മച്ചി വന്നു, എന്നെ കാണണം, എൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്. ഞാൻ രാവിലെ പുറത്തിറങ്ങിയിരിക്കും, ആളുകൾ വരും. ഒരമ്മച്ചി, ഞാൻ കണ്ടിട്ടില്ല. അമ്മച്ചി വന്ന് ഇങ്ങനെ മകനെ പറ്റി പറയുന്നു, മകളെ പറ്റി പറയുന്നു. ഇതെല്ലാം ഇങ്ങനെ ഓരോരോ 1 മണിക്കൂർ അവിടെ ഇരുന്ന് സംസാരിച്ചു എൻ്റെ മുമ്പിലിരുന്ന്. ഞാൻ ക്ഷമയോടെ കേട്ടിരുന്നില്ല. അത് ഞാൻ ചോദിച്ചു, അമ്മച്ചിക്ക് എന്താ ആവശ്യം? അപ്പം അമ്മച്ചി പറഞ്ഞതാണ് ഏറ്റവും രസകരമായിട്ട് സംഗതി. ഇത്രയും കാലം ഞാനിതൊക്കെ ആരോട് പറയുന്നു വിചാരിച്ചാ നടന്നത്. ഇപ്പം എല്ലാം ഞാൻ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട. അപ്പോൾ അവര് മനസ്സില് മക്കളെ പറ്റിയുള്ള വേദനകള്, അവര് അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ പറഞ്ഞു. 1 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചിട്ട് ഒന്നും വേണ്ട, ഒരു ചായയും കുടിച്ച് അവർ പോയി തിരിച്ച്. എൻ്റെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുപോയി വർഷങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എനിക്കിപ്പോൾ സന്തോഷമായി. എനിക്ക് എൻ്റെ എല്ലാ ഭാരവും ഞാൻ ഇറക്കി വെച്ചു. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന 99% ആളുകളും അതുപോലെയാണ്. നമ്മൾ മാനക്കേട് ഓർത്ത്, മാനഹാനി ഓർത്ത് നമ്മുടെ ബന്ധുക്കാരോട് പോലും പറയുന്നത്. ഇപ്പോൾ ഒരു വീട്ടില്
ഒരു സ്ത്രീ കല്യാണം കഴിച്ച് അവിടെ പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ തന്നെയും അത് നമ്മൾ അമ്മയോട് പോലും പറയില്ല. അവരെ എന്തിനാ വിഷമിപ്പിക്കണമെന്ന് വിചാരിക്കും. ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്ന സംഭവങ്ങളാണ്. അതുപോലെ ജീവിതത്തിലെ പല വിധത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം വേദനകളും ഒക്കെ മനസ്സിലൊതുക്കി എപ്പോഴും പൊട്ടാമെന്നുള്ള ഒരു ബോംബ് പോലെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മൾ കുട്ടികളെ വളർത്തുന്നത് നമ്മൾ എന്തായാലും ഈ ലോകത്തിൽ നരകിച്ച് മരിച്ച് ജീവിക്കുകയാണ്. നമ്മുടെ കുട്ടികളെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ച് സ്വർണമുള്ളത് പണയം വെക്കുന്നു, വീടും കുടുംബവും എല്ലാം പണയം വെക്കുന്നു, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ഭീമമായിട്ടുള്ള തുകയ്ക്ക് പലിശയ്ക്ക് എടുക്കുന്നു. ഇപ്പൊ ഇവിടെ ലോൺ എടുക്കാത്ത ഒറ്റ ആളുകളും ഉണ്ടാവില്ല. അത് 90% കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ വിദ്യാഭ്യാസത്തിന് നമ്മൾ അയക്കുന്ന എന്തിനാണത്? അവർ നല്ല രീതിയിൽ പഠിച്ച് നമ്മുടെ അവസ്ഥ വരരുത്. അവർ നല്ല ഡോക്ടറാവണം, അല്ലെങ്കിൽ ബിസിനസ്സുകാരനാവണം, എഞ്ചിനീയർ ആവണം, നല്ല രീതിയിൽ ജീവിക്കണം. അത് അങ്ങനെ നമ്മുടെ കുട്ടികൾ ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും വലിയൊരു സ്വപ്നം, നമ്മൾ ഈ ലോകത്തുനിന്ന് പോകുമ്പോൾ നമ്മുടെ കുട്ടികൾ സുരക്ഷിതരാണ്, നല്ല നിലയിലെത്തി, നമ്മൾ പരമാവധി അവരെ ചെയ്തു, ഇനി ഒന്നും പേടിക്കേണ്ട, ധൈര്യമായിട്ട് നമുക്ക് പോകാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ധൈര്യമായിട്ട് കണ്ണടച്ച് തൻ്റെ ഇടത്തോടുകൂടി പോകാൻ സാധിക്കും. അതേ സമയത്ത് പിള്ളേർക്ക് ജോലിയില്ല, പട്ടിണിയാണ്, വീടില്ല, പ്രാരാബ്ദങ്ങളാണ്. എങ്ങനെ നമുക്ക് മനസ്സമാധാനത്തോടെ ഈ ലോകത്തിന് പോകാൻ പറ്റും? അതുകൊണ്ട് എല്ലാം ത്യജിച്ച് നമ്മൾ പണയപ്പെടുത്തി നമ്മൾ സ്കൂളിലേക്കും കോളേജിലേക്കും അയക്കുക. അവിടെ ചെല്ലുമ്പോൾ ഈ രാഷ്ട്രീയക്കാരെന്താ ചെയ്യുന്നത്? SFI ഉണ്ടാക്കുന്നു, DYFI ഉണ്ടാക്കുന്നു, കുട്ടികൾക്ക് കഞ്ചാവ് കൊടുക്കുന്നു, മയക്കുമരുന്ന് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവരെ അടിയും ഇടിയും പഠിപ്പിക്കുന്നു, കത്തിക്കുത്ത് പഠിപ്പിക്കുന്നു, കൊലപാതകം പഠിപ്പിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. സിദ്ധാർത്ഥന്റെ കേസിൽ ഇതുപോലെ എന്നെ പോലെ നിങ്ങളെ പോലെ ഒരു അച്ഛനും അമ്മയും വളർത്തി സ്വപ്നം കണ്ട് ആ കോളേജിലേക്ക് അയച്ചതാണ്. അവിടെ ചെന്ന് അവിടെ 3 ദിവസം ഭക്ഷണം പോലും കൊടുക്കാതെ നഗ്നനാക്കി അടിച്ചും ഇടിച്ചും ചവിട്ടിയും മർദ്ദിച്ച് കൊന്നതിന് ശേഷം നടുക്കളത്തിൽ കെട്ടിത്തൂക്കി. അത് കഴിഞ്ഞു ആ കുട്ടിയുടെ ശവശരീരം ആ അച്ഛൻ്റെ അമ്മയുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിണറായിയുടെ വക ഒരു 10 ലക്ഷം രൂപയും കൊണ്ടേ കൊടുത്തു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെയൊക്കെ മക്കളുടെ വില അതാണോ? 10 ലക്ഷം രൂപയാണോ? അതിനുവേണ്ടിയാണോ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ വളർത്തിയത്? 10 ലക്ഷം രൂപ കൊടുത്താൽ കിട്ടുന്നതാണോ നമ്മുടെ മക്കൾ? അത് കുട്ടികളെ സ്നേഹിക്കുന്ന വളർത്തിയവർക്കറിയാം. ഇപ്പൊ എന്താ സംഭവിച്ചത്? ഇവര് രാഷ്ട്രീയം കളിക്കുകയാണ്. ക്യാമ്പസ് രാഷ്ട്രീയം, സ്കൂൾ മുതലേ രാഷ്ട്രീയം, SFI, DYFI. എന്നിട്ടോ ഇപ്പോ സിദ്ധാർത്ഥന്റെ കുടുംബം അനാഥരായി. ഈ കൊലപാതകം നടത്തി 20 കുട്ടികൾ ജയിലിലായി. അപ്പൊ 21 കുടുംബങ്ങള് അവരുടെ അച്ഛനമ്മമാരാ വേദനിക്കുന്നത്. ഈ വേദനയ്ക്ക് പരിഹാരം 10 ലക്ഷം രൂപ തീരുമോ? ആരതിന് ഉത്തരവാദികൾ? നമ്മൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ മക്കള് കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ നമ്മുടെ മക്കള് SFI ചേർന്ന ഒരാളെ കൊന്ന് ജയിലിലായി. പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? നമ്മൾ ലോകത്ത് എന്ത് നേടി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയും പ്രതികരിച്ചില്ല. 2020 മാത്രമേ പ്രതികരിച്ചുള്ളൂ. 2020 അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ക്യാമ്പസ് രാഷ്ട്രീയം, സ്കൂൾ രാഷ്ട്രീയം നിരോധിക്കും. അവിടെ SFI ഉണ്ടാവില്ല, കേസും ഉണ്ടാവില്ല. കുട്ടികളെ നമ്മൾ വിദ്യാലയങ്ങളിലേക്ക് അയക്കുന്നതിനാ? പഠിക്കാനാ, വിദ്യ അഭ്യസിക്കാനാ. അല്ലാതെ അവിടെ അടിയും ഇടിയും കഞ്ചാവും കഴിച്ച് കൊലപാതകം അഭ്യസിക്കാൻ വേണ്ടിയിട്ടല്ല. അത് രാഷ്ട്രീയക്കാർക്ക് ആവശ്യമാണ്. അപ്പൊ ഇവര് ഒരു തലമുറയെ നശിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇതിനു മുമ്പ് തിരുവാണിയൂർ പറഞ്ഞിട്ടുണ്ട്, ഈ നാട് രക്ഷപ്പെടാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ സമ്മതിക്കില്ല. ഇവിടെ ഒരു കുടുംബവും രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. നിങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് പോകണം, പട്ടിണി കിടക്കണം. നിങ്ങൾക്ക് വാർക്ക വീടുണ്ടെങ്കിൽ ഓടിട്ട വീടിലാവണം, ഓടിട്ട വീടുണ്ടെങ്കിൽ ടർപ്പായുടെ അടിയിലേക്ക് ആകണം. അപ്പോ നിങ്ങളുടെ ദാരിദ്ര്യമാണ് അവരുടെ ഓരോ വോട്ടും. അതുകൊണ്ട് തന്നെയാണ് 21 നമ്മുടെ പട്ടിണിയും ദാരിദ്ര്യം കൊണ്ടാണ് ഒരു കിറ്റ് കണ്ടപ്പോഴത്തേക്കും അതിന്റെ പുറകെ പോയി 99 സീറ്റ് നമ്മൾ കൊടുത്തത്, അല്ലെ? ഒരു കിറ്റ് നമ്മുടെ മുമ്പിൽ കാണിക്കുക. കാരണം ഇപ്പൊ ഇവിടെ പറഞ്ഞ മാതിരി ഞാൻ 30 ലക്ഷം രൂപ CPM-ന് കൊടുത്തു, അല്ലെങ്കിൽ വീണയുടെ ബോംബ് പൊട്ടിച്ചു, അല്ലെങ്കിൽ അമേരിക്ക ബോംബിട്ടു, ഇസ്രായേൽ വെടിവെച്ചു. ഇതൊന്നുമല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം എന്താ? വിശപ്പ്.
നമുക്ക് സുരക്ഷിതമായിട്ട് കിടക്കാനായിട്ട് ഒരു ഭവനം ഉണ്ടാവണം, നമുക്ക് നല്ല ശുദ്ധമായി ശ്വസിക്കാൻ പറ്റണം, ശുദ്ധജലം കിട്ടണം. ഇതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ച ആവശ്യം. ഇത് നമ്മളെ ഇരിക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ച് ഇതൊന്നുമല്ല നമ്മുടെ ആവശ്യം. അമേരിക്കയിൽ എന്ത് സംഭവിച്ചാൽ നമുക്കെന്താ, പാകിസ്ഥാനിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്കെന്താ, ഒന്നും സംഭവിക്കാൻ പോകില്ല. അപ്പൊ നമ്മുടെ ആവശ്യം നമ്മുടെ കുടുംബം, നമ്മുടെ കുട്ടികള് പട്ടിണിയില്ലാതെ 3 നേരം വയറു നിറച്ച് ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. അപ്പോൾ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നതെന്നുള്ളത്. കാരണം എന്നെ അച്ഛൻ പറഞ്ഞു കക്കൂസ് കഴുകി ആണ് ഞാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞു. എത്ര പേരത് കേട്ടിട്ടുണ്ടാവുന്ന മറുനാടൻ മലയാളിയിൽ ആദ്യമായിട്ടാണ് ഞാനത് പറഞ്ഞത്. നിങ്ങളത് സമയമുണ്ടെങ്കിൽ കേൾക്കുക, അതിൻ്റെ ചരിത്രം മുഴുവനുണ്ട്. കാരണം ഞാൻ എൻ്റെ ആദ്യ വിദ്യാഭ്യാസം 13 വയസ്സുള്ളപ്പോൾ എന്നെ ആദ്യ ജോലിക്ക് എടുക്കുക, ജോലിക്കാർ ഉപയോഗിക്കുന്ന കക്കൂസുകൾ വൃത്തിയാക്കുക. അതിന് കൂലി എന്തായിരുന്നു? 2 പരിപ്പോട്. അപ്പോൾ 1 വർഷം ഞാൻ ജോലിക്കാരുടെ കക്കൂസ് കഴുകി. അതിനുശേഷം പ്രൊമോഷൻ കിട്ടി. എങ്ങോട്ടാണെന്നറിയോ? ഫാക്ടറിയുടെ ഫ്ലോർ അടിക്കാനായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ചങ്ങോട്ട് പോയിക്കോളാം. കാരണം ഇതെല്ലാവരും കാണുക, നമ്മൾ അടിക്കുമ്പോൾ എല്ലാവരും മുഖത്ത് കയറി വെച്ചിട്ട് ഈ കൊച്ചിൻ്റെ ഒരു കഥയെ എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പഴയ ജോലിയാണ്. കാരണം ഇച്ചിരി മണവും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും അകത്ത് കയറി പൂക്കം അടച്ച് വാതിലും അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് കഴുകി വെള്ളമൊക്കെ കഴിഞ്ഞു. ഞാൻ പിന്നെ അധികം കഴുകാറൊന്നുമില്ല, ഒക്കെ ഒന്ന് തട്ടിക്കുട്ടി പുറത്ത് ചേർന്ന്. അപ്പോൾ എന്തായാലും 1 വർഷം കഴിഞ്ഞു. അപ്പോൾ പക്ഷേ സമ്മതിച്ചില്ല. 1 വർഷം എന്നെ കൊണ്ട് ആ ഫാക്ടറി മുഴുവൻ അടുപ്പിച്ചു. അത് കഴിഞ്ഞ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പി കെട്ടുക, ഷവർ കൊണ്ട് കോൺക്രീറ്റ് മിക്സ് ചെയ്യുക, ചട്ടി കൊണ്ട് തലയിൽ ചുമക്കുക. അങ്ങനെ 5 നില എന്നെ കൊണ്ട് പണിയിപ്പിച്ചു. ഭയങ്കര ക്രൂരതയാണ് ചെയ്തത്. അപ്പൊ ഞാനിതൊക്കെ കഴിഞ്ഞ അവസാനം ഈ കൈയൊക്കെ പൊള്ളി തലയൊക്കെ സിമെന്റ് വീണ് കുറെ കോരി ഒഴിക്കുകയും ചെയ്തത്. അമ്മയുടെ സ്നേഹമെങ്കിലും കെട്ടട്ടെ എന്ന് വിചാരിച്ചു. അവിടെ ചെന്ന് ഈ കൈയൊക്കെ ഇങ്ങനെ മലത്തി പിടിച്ച് ഇങ്ങനെ മേശയിലിരിക്കും. ഒരു മൈൻഡും ഇല്ല. ഇച്ചിരി വെളിച്ചെണ്ണ എടുത്ത് വെട്ടാൻ പറയും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, അവിടെയെങ്കിലും എന്തെങ്കിലും ഒരു നമ്മളോടൊരു സഹതാപം തോന്നുന്നു വിചാരിച്ച. അപ്പോ പക്ഷെ അവരൊക്കെ ഉള്ളില് നമ്മളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു മനുഷ്യനായി എന്നെ വളർത്തി. ഇന്ന് ഞാൻ എൻ്റെ കമ്പനിയിൽ 16,000 ആളുകളുണ്ട്. അവിടെ ആദ്യം ശമ്പളത്തിന്റെ ഇൻക്രിമെന്റ്, ശമ്പളം കൂട്ടിലെടുക്കുമ്പോൾ കക്കൂസ് ക്ലീൻ ചെയ്യുന്നവരുടെ ഫയലാണ് ഞാൻ ആദ്യം എടുക്കുന്നത്. അപ്പോ എല്ലാ തൊഴിലും ചെയ്ത ആ ഓരോ തൊഴിലിന്റെ പിന്നിലുള്ള വേദന എന്താണ്, ഓരോ മനുഷ്യന്റെ വേദന എന്താണെന്ന് മനസ്സിലാക്കി ഞങ്ങളെ വളർത്തിയത്. അപ്പോ എൻ്റെ അടുത്ത് കൈ പൊള്ളി ചെല്ലുമ്പോൾ സഹതാപം കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇതുപോലെ ആവില്ല. ഞാൻ സ്വിറ്റ്സർലൻഡിലോ അമേരിക്കയിലോ ഒക്കെ ജീവിച്ച് സുഖമായിട്ട് ജീവിച്ചിരുന്നതിന്. കാരണം മനുഷ്യരുടെ വേദന എന്താണ്, അവരുടെ പ്രയാസം എന്താണെന്ന് മനസ്സിലാക്കിയതാണ് ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതും ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ മുന്നിലുള്ള പ്രശ്നം അമേരിക്കയും ജപ്പാനും വീണ ഇഷ്യൂ ഒന്നുമല്ല. ഒന്നും നടക്കാൻ പോകില്ല. ഇതെല്ലാം കൂടി ഒരു കൂട്ടുകച്ചവടമാണ്. ഞാനിപ്പോൾ ബോംബ് പൊട്ടിച്ചെന്ന് വിചാരിക്കുക, എന്ത് സംഭവിക്കും? ചുമ്മാ ബോംബ് പൊട്ടിക്കും, അത് ചീറ്റിപ്പോവും. കാരണം ഇവരെല്ലാവരും ചേട്ടാനിയന്മാരാ, ഒരമ്മ പറ്റ മക്കളാണ്. ആരെ അന്വേഷിക്കും, ആരെ വേണ്ടി നടപടിയെടുക്കും? നമ്മൾ വെറുതെ മോശക്കാരനാവാന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഇതിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മുന്നിൽ 2020 എടുക്കുന്ന ആദ്യം മനുഷ്യരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുക. ഞാൻ 2012 എൻ്റെ ഫാദർ മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ പഠിപ്പിച്ച 3-4 കാര്യങ്ങളുണ്ട്. ഒന്ന്, മദ്യ വ്യവസായം ചെയ്യരുത്. കാരണം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ മനുഷ്യനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നതാണ് മദ്യം കൊടുത്തത്. 2, നമ്മൾ ഒരിക്കലും പണം പലിശയ്ക്ക് കൊടുക്കുന്ന ബിസിനസ് ചെയ്യരുത്. പലരും അറിയാം, നമുക്കൊക്കെ പണയം വെക്കാത്ത ആരെവിടെ ഉള്ളത്? താലി പണയം വെച്ചിരിക്കുന്നു, സ്വർണം പണയം വെച്ചിരിക്കുന്നു. പ്രാവി നേർന്ന് അവസാനം ആരെങ്കിലും എടുക്കുന്നുണ്ടോ? പലിശ അടയ്ക്കാൻ പോലും സാധിക്കില്ല. അവർ മുതലും കൊണ്ട് പോകും, എത്രയോ ലാഭം ഉണ്ടാക്കുന്നു. ആ പ്രാക്ക് ഒരിക്കലും നമ്മൾ നേടരുത്. അപ്പൊ ഈ 2 വ്യവസായം നമ്മൾ ഒരിക്കലും ചെയ്യരുത്. 3ാമത് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ നമ്മുടെ വ്യവസായങ്ങൾ വളരുമ്പോൾ അതോടൊപ്പം ഈ ചുറ്റുപാടുകളും വളരണം. അല്ലെങ്കിൽ നമ്മൾ മാത്രം ആളുകൾ ഉണ്ടാക്കി അപ്പുറത്ത് കുടിലി കിടക്കുന്നു, കടപ്പായയുടെ കീഴിൽ കിടക്കുന്നു. അത് ശരിയായിട്ടുള്ളൊരു വികസനമല്ല. 4ാമത് പറഞ്ഞൊരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഉറപ്പാക്കണം നമ്മുടെ ചുറ്റുപാടുള്ളവരും 3 നേരം വയറും നിറച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട്.
11 എൻ്റെ അച്ഛൻ മരിച്ചു. 12 ആ ഒരു സ്വപ്നം പൂർത്തിയാക്കാനാണ് 2020 ഉണ്ടാക്കിയത്. അന്ന് കിഴക്കമ്പലത്ത് 8000 വീടുകളുണ്ട്. ഈ 8000 വീടുകളിൽ 7500 വീടുകളിലും ഞാനും എൻ്റെ ചേട്ടനും ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന അവിടെ ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങൾ നടന്ന് 7500 വീടുകളും കയറി. ഓരോ വീടുകളിലും കയറി അമ്മമാരെയും കുട്ടികളെയും അച്ഛന്മാരെയും ഒക്കെ കണ്ട് ചോദിച്ചു, എന്താ നിങ്ങൾ നേരിടുന്ന പ്രശ്നം? 282 കുടുംബങ്ങൾ നീല ടർപ്പായി വലിച്ചു കെട്ടി 4 കാല് വെച്ചിട്ട് മൺതിട്ടകൾ ഉണ്ടാക്കി മനുഷ്യനും ആടും പട്ടിയും ഒക്കെ ഒന്നിച്ച് കിടന്നുറങ്ങുക. 282 കുടുംബങ്ങളിൽ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു പഞ്ചായത്തിലാണ് 943 പഞ്ചായത്തുകളുണ്ട്. അപ്പൊ കേരളത്തിൽ ഏതാണ്ട് 3 ലക്ഷം കുടുംബങ്ങൾ ഇപ്പോഴും ടർപ്പായുടെ കീഴിലാണ്. 67 വർഷം ഭരിച്ചവര് അല്ലേ അതിന്റെ ഉത്തരവാദികള്. എന്തുകൊണ്ട് സാധിച്ചില്ല അവർക്ക് ഇതിന് മാറ്റം വരുത്താനായിട്ട്? അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ. അങ്ങനെ നടന്നു ചെല്ലുമ്പോഴാണ് ഒരു പറമ്പില് ഈ സ്റ്റേജിന്റെ നീളവും വീതിയും ഉണ്ടാവും. ഇത്രയും നീളം ഇത്രയുമുള്ള ഒരു ടർപ്പായി, നീല ടർപ്പായിയുടെ ഒരു ടെന്റ് കാണാൻ. മുകളിൽ മൂടിയിരിക്കുന്നു, സൈഡ് മറച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ വളമൊക്കെ വെക്കാനായിട്ടുള്ള സ്ഥലമായിരിക്കും. അടുത്തേക്ക് ചെന്നപ്പോൾ അതിൽ നിന്ന് ഈ ടർപ്പാളിൻ മാറ്റിയിട്ട് ഒരു സ്ത്രീ പുറത്തേക്ക് വരിക, പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താ നിങ്ങളിവിടെ? ഞങ്ങളിവിടെ താമസിക്കുന്നത്. ഞാൻ അകത്തേക്ക് നോക്കിയപ്പം മണ്ണിൽ പായിട്ടിട്ട് അവരും ഭർത്താവും ഒരു കുട്ടിയും അവിടെ ജീവിക്കുക. ഇത്രയുമുള്ള ഒരു സ്ഥലത്ത് ഒരു കുടുംബം ജീവിക്കുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ പിക്ചർ ഫോട്ടോ എടുത്തിട്ട് അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെയും വ്യവസായികളെയും എല്ലാവരും വിളിച്ചു വരുത്തി ഇത് സ്ക്രീനിലിട്ടു. അപ്പം അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ആളുകളുടെ വേർപ്പിൻ്റെ ഫലം ഊറ്റി. ആ ആൾ ചോദിക്കുകയാണ്, ഈ വീട് ഇവിടെയാണോ, ഇതൊക്കെ ഇവിടെയാണോ എന്ന്. അപ്പം അതാണ് രാഷ്ട്രീയ കാര്യങ്ങൾ. അപ്പം അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, അവരെന്നോട് വന്ന് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, എനിക്കൊരു കക്കൂസ് ഉണ്ടാക്കി തരാമോ? ഞാൻ പ്രസവിക്കുന്നതിന് മുമ്പ് ഒരു കക്കൂസ് കിട്ടിയാൽ നന്നായിരുന്നു. കാരണം നിങ്ങൾക്ക് പറയാമല്ലോ, പ്രസവം കഴിഞ്ഞ് വരുമ്പോൾ കക്കൂസില്ലാതെ കുട്ടികളെ കൊണ്ട് പുറത്തെങ്ങനെ പോവുക. അപ്പൊ ആ ബുദ്ധിമുട്ട് അവർക്ക്. പിന്നെ ചോദിച്ചാൽ എന്നാ നിങ്ങൾ പ്രസവിക്കുന്നത്? ഒരാഴ്ചയുള്ളൂ. ഞാൻ ഒരാഴ്ച കൊണ്ട് എങ്ങനെ കക്കൂസ് ഉണ്ടാക്കാൻ പറ്റുക? പക്ഷെ ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ കക്കൂസ് നിർമ്മിച്ചു. അതിനേക്കാൾ ഏറ്റവും വലിയ രസകരമായ സ്ഥലം, ആ കുടിലിൽ ജീവിച്ച ആ മിനി രതീഷ് ആണ് ഇന്ന് കിഴക്കമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ്. അപ്പോ നമ്മൾ അങ്ങനെയുള്ള ആളുകളെയാണ് കൈപിടിച്ചുയർത്തിയിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതും തിരുവാണിയൂർ വന്ന് പ്രസംഗിച്ചതും അതിനൊക്കെ തന്നെയാണ്. 67 വർഷമായിട്ട് LDFും UDFും മാറി മാറി ഭരിച്ചു. ഈ നാട് മുഴുവൻ കൊള്ളയടിച്ച് കട്ടുമുടിച്ച് നമ്മുടെ ഓരോരുത്തരും രക്തം ഊറ്റി കുടിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്കിനി ഒന്നും ബാക്കിയില്ല. ഒരു ദിവസം ഇപ്പൊ പലരും ജോലിക്കൊക്കെ പോയിട്ട് ബാഗായിട്ട് വന്നിരിക്കുന്ന, ഒരു ദിവസം പണിക്ക് പോയില്ലെങ്കിൽ പട്ടിണി നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും. എത്ര കുടുംബങ്ങൾ ഒരു നേരം പോലും വയറു നിറച്ച് ഭക്ഷണം കഴിക്കാതെ വിഷമിക്കുന്നുണ്ട്. 2012 ഞങ്ങൾ വീടുകൾ കയറുമ്പോൾ അമ്മമാരുടെയൊക്കെ കണ്ണുനീരാ കാണുന്നത്. കാരണം കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒന്നും കൊടുത്തു വിടാനില്ല അവർക്ക്. സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോൾ വിശന്ന് വലഞ്ഞു വരുന്ന കുട്ടികളെ കാണുന്നത്. എന്താ കൊടുക്കുക? അടുക്കളയിൽ ഒന്നുമില്ല, ഖാലിയാണ്. പക്ഷെ ഇന്ന് കിഴക്കമ്പലത്തിന്റെ അവസ്ഥ അതല്ല. അടുക്കളയിൽ എന്തൊക്കെയാണ് കുട്ടികൾക്ക് കൊടുക്കണ്ടേ എന്നുള്ള രീതിയിൽ നിറവാണ് അവർക്ക്. 2000-2500 രൂപയുണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് സുഖമായിട്ട് സുഭിക്ഷമായിട്ട് ജീവിക്കാവുന്ന സാഹചര്യം 2020 ഒരുക്കി. എനിക്ക് തോന്നുന്നു ഇപ്പൊ തിരുവാണിയൂർ ഇരിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകളും 2020യുടെ കാർഡ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക നിങ്ങൾ എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, 2020 ജയിച്ചു കഴിഞ്ഞാൽ, 2020 അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ 941 പഞ്ചായത്തുകളിലും ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ സ്ഥാപിച്ച് 3.5 കോടി ജനങ്ങൾക്ക് 3 നേരം സുഭിക്ഷമായിട്ട് ജീവിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആർക്ക് സാധിക്കും? 67 വർഷം ഭരിച്ച ആരെങ്കിലും ഒരു പഞ്ചായത്തിൽ പോലും അവർക്ക് സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടില്ല. 2020ക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ.
ഇപ്പൊ നിങ്ങൾ കേട്ട് കാണാൻ 2 ആഴ്ച മുമ്പ് നമ്മൾ ഒരു മെഡിക്കൽ സ്റ്റോർ തുടങ്ങി. ഈ ഇവിടെ ഇരിക്കുന്നതിൽ 1000 രൂപയുടെങ്കിലും മരുന്ന് മേടിക്കാത്ത ഒറ്റ കുടുംബമുണ്ട്. 1000 രൂപ മുതൽ 15,000 രൂപയുടെ മരുന്ന് മേടിക്കുന്നുണ്ട്. എല്ലാവർക്കും പ്രഷറോ ഷുഗറോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക്, ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ, ക്യാൻസർ രോഗികൾ. ഒരു ക്യാൻസർ രോഗിയൊക്കെ വന്നു കഴിഞ്ഞാൽ കുടുംബം പിന്നെ ഒരിക്കലും ഇതില്ല, അതോടെ തീർന്നു എന്നുള്ളതാണ്. അത്രമാത്രം ചെലവാണത്. അതുപോലെ ഹൃദയ സംബന്ധമായിട്ടുള്ള ഒരു ഓപ്പറേഷന് പോയി കഴിഞ്ഞാൽ എത്രയാ? 3 ലക്ഷം 4 ലക്ഷം രൂപയാണ്. പിന്നെ ഓരോ മാസവും 5000 രൂപ 6000 രൂപയുടെ മരുന്ന് കഴിക്കണം. ഇനി ഡയാലിസിസ്, കിഡ്നി പോയി കഴിഞ്ഞാൽ അതിന് എത്ര രൂപ വരണം? അപ്പൊ അതിനൊരു പരിഹാരം ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയാണ് മെഡിക്കൽ സ്റ്റോർ 1 വർഷം മുമ്പ് ഞാൻ ആലോചിച്ച് തുടങ്ങിയതാണ്. അതിന്റെ ലൈസൻസുകൾ നേരത്തെ എടുത്തതാണ്. പക്ഷെ എല്ലാം ഫാർമസിസ്റ്റിനെ കിട്ടണം, ഇതെല്ലാം കിട്ടി വന്ന് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തെ ഉടനെ തന്നെ അവിടുത്തെ CPM-കാർ കൊണ്ട് പരാതി കൊടുത്തു. ഇപ്പോൾ അത് ഇലക്ഷൻ കമ്മീഷൻ പൂട്ടിച്ചിരിക്കുകയാണത്. ഒന്ന് ആലോചിച്ച് നോക്ക്, 80% ഡിസ്കൗണ്ടിൽ നിങ്ങൾ മേടിക്കുന്ന 1000 രൂപയുടെ മരുന്ന് അതിന് യഥാർത്ഥ വില 50 രൂപ താഴെയുള്ളൂ. ഈ 950 രൂപ ഈ മരുന്ന് മാഫിയകളും രാഷ്ട്രീയക്കാരും കൂടി വിധിച്ചെടുക്കുക. അപ്പൊ അതുകൊണ്ട് മരുന്ന് വില കുറയ്ക്കാൻ ഇവർ സമ്മതിക്കില്ല. അതിന്റെ പിന്നിൽ ഇവരൊക്കെ ഉണ്ട്. അപ്പൊ ഇവരുടെ വലിയൊരു വരുമാനമാണത്. അപ്പോ നമ്മളത് കൊടുക്കാനത് കൂട്ടിച്ചു. നമ്മൾ കോടതിയെ സമീപിച്ചിരിക്കുക. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടെങ്കിൽ ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച നമ്മൾ വീണ്ടും അത് തുറന്ന് പ്രവർത്തിക്കും. നമ്മളത് കോടതി കേൾക്കും, ദൈവം കേൾക്കും അത്. കാരണം അത്രമാത്രം ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്. അതിന് മുമ്പിൽ ഇന്നലെ ഒരു ഡയാലിസിസ് ചെയ്യുന്ന ഒരു ആള് വന്ന് സങ്കടത്തോടെ വിങ്ങിപ്പൊട്ടുക. അയാൾക്ക് 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യുന്ന ഒരാഴ്ചയിൽ കൈകളൊക്കെ ഇങ്ങനെ വീർത്ത് ഞരമ്പുകളൊക്കെ തടിച്ചിരിക്കുക. എന്തൊരു വേദന അവർ കൊള്ളുന്നത്. മരുന്ന് പോട്ടെ, സാമ്പത്തികം പോട്ടെ, കുടുംബം തകർന്ന് പോട്ടെ, അവര് ജീവിക്കുന്ന മരിച്ച് ജീവിക്കുകയാണത്. അവരോട് പോലും ഒരു ദയ പോലും ഒരു ദാക്ഷിണ്യമില്ലാതെ ഇവർ പെരുമാറുമ്പോൾ എന്ത് തെരഞ്ഞെടുപ്പ്? ഭക്ഷണം കൊടുക്കുന്നതാണോ തെറ്റ്? മരുന്ന് വില കുറച്ച് കൊടുക്കുന്നതാണോ തെറ്റ്? അപ്പൊ ഇതുപോലെ മനസാക്ഷിയില്ലാത്ത ആളുകളാണ് നമ്മളെ ഭരിക്കുന്നത്. ഇവർക്കൊന്നും ഇടതായിക്കോട്ടെ വലതായിക്കോട്ടെ BJP ആയിക്കോട്ടെ, ഈ നാടിനോട് 1% പോലും ആത്മാർത്ഥതയോ കടപ്പാടോ ഇവർക്കില്ല. നിങ്ങളൊന്നും ഒരു കാരണവശാലും രക്ഷപ്പെടരുത്. നിങ്ങൾ നശിച്ച് ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് പോകണം. അതാണ് അവരുടെ ലക്ഷ്യം മാത്രം. അതിനെ വിറ്റാണ് ഇവർ വോട്ടാക്കുന്നത്. നിങ്ങൾ നശിച്ച് ദാരിദ്ര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഇവരുടെ പുറകെ കൊടി പിടിക്കാനും ഇവരെ മീറ്റിങ്ങുകൾക്ക് പോകാനും ഒക്കെ. ഇപ്പൊ കണ്ടില്ലേ, കുടുംബശ്രീയെ നിർബന്ധിച്ചു കൊണ്ടുപോവുക, തൊഴിലുറപ്പുകാരെ നിർബന്ധിച്ചു കൊണ്ടുപോവുക. അവരെന്താണ്, ആ 100 രൂപ കിട്ടുന്നു അല്ലെങ്കിൽ കിട്ടില്ലാതെയാവും, അതുകൊണ്ട് പേടിച്ചിട്ട് പോകുന്നതാണ്. അതാണ് ഭീഷണിയിൽ കൂടെ. ഇപ്പൊ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ ഒരു മാറ്റം വരണം. മാറ്റം വരണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അല്ലെങ്കിൽ ഒരാവശ്യമില്ല, എവിടെയെങ്കിലും പോയി ജീവിക്കാം. പക്ഷെ ഈ നാടിന്റെ കഷ്ടപ്പാട് ദുരിതവും കണ്ട് ഈ നാട് വിട്ടുപോയിട്ട് സൂഹിക്കാനായിട്ട് എൻ്റെ മനസ്സനുവദിക്കുന്നില്ല. ഞാൻ എൻ്റെ മുന്നിൽ ഞാൻ ചിക്കനും ബീഫും ഒന്നും കഴിക്കില്ലാത്ത ആളാണ്. ആകെ കഴിക്കുന്ന മീനാണ്. ഈ മീനെ വല്ലപ്പോഴും ഒരിക്കലൊക്കെ ഈ കരിമീൻ കൊണ്ടുവന്ന് വെക്കുമ്പോൾ എൻ്റെ മനസ്സ് ഇവിടുത്തെ പാവപ്പെട്ട കുടുംബങ്ങളുടെ കുട്ടികളുടെ മനസ്സാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോ അവർക്ക് അത് ഒരിക്കലും ആഗ്രഹിച്ചാൽ പോലും സാധിക്കില്ല. എത്രയോ കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ടാവും. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ പറഞ്ഞു 2 പരിപ്പുടയ്ക്ക് വേണ്ടിയിട്ടാണ് കക്കൂസ് കഴിക്കൊണ്ടിരുന്നത്. അന്നൊക്കെ പോകുമ്പോൾ ഈ ചായക്കടയിൽ ക്ലാസ് കൂട്ടില് സുഗീനും പരിപ്പോടയും നെയ്യപ്പൊക്കെ എത്രയോ നമ്മൾ കൊതിച്ചിട്ടുണ്ട്, ഒരു നെയ്യപ്പം കിട്ടാൻ, ഒരു പരിപ്പോട കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അത് കിട്ടാതെ വരുന്ന പാവപ്പെട്ട കുട്ടികളുടെ കാര്യത്തിൽ. അപ്പൊ ഇതിനൊരു മാറ്റം വരണം. ഇത് ഒരു പക്ഷേ ഞാൻ എപ്പോഴും കണക്കാക്കുന്നത് ഇതൊരു ദൈവനിയോഗമായിട്ടാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്ന നമുക്കറിയാം. അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഇതിനിറങ്ങിത്തിരിക്കേണ്ട കാര്യമില്ല. ഈ ആട്ടും തുപ്പും ചവിട്ടും ഒക്കെ കുറിച്ച്, അതുകൊണ്ട് എൻ്റെ വ്യവസായം തന്നെ നിർത്തി എനിക്ക് നാട് കൊണ്ടു വന്നു. അപ്പൊ അവര് വിചാരിച്ചു ഞാൻ ആ വ്യവസായം പോകുമ്പോൾ ഞാൻ കുടുംബം അടച്ചങ്ങോട്ട് പോകുന്നു. അത് നടക്കൂല. അതായിരുന്നു എൻ്റെ കുടുംബം ഇവിടെയുണ്ട്, എൻ്റെ രാഷ്ട്രീയം ഇവിടെയുണ്ട്, രണ്ടാളൊന്ന് അറിഞ്ഞിട്ടേ ഞാൻ പോകും. അപ്പോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക. എന്നെ അന്ധമായി വിശ്വസിച്ച് നിങ്ങൾ ആരും വോട്ട് ചെയ്യരുത്. ചാർലി പോളിന് വോട്ട് ചെയ്യരുത്, അല്ലെങ്കിൽ ആർക്കും വോട്ട് ചെയ്യരുത്. നിങ്ങൾ പോകുക, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മുന്നിൽ നിന്ന് കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ ചോദിക്കുക, ഇതാണോ ദൈവമേ ഉദ്ദേശിക്കുന്നത്? 2020 കൂടിയാണോ ഞങ്ങളുടെ രക്ഷ, ഈ നാടിന്റെ രക്ഷ, ഞങ്ങളുടെ കുടുംബത്തിന്റെ രക്ഷ?
നിങ്ങൾ ചോദിക്കുക, പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടുന്ന LDF LDF ചെയ്യേ, UDF UDF ചെയ്യേ. ഇനി അതെല്ലാം മറിച്ച് 2020 ആണ് ഈ നാടിനെ രക്ഷിക്കാൻ പറ്റൂ, തിരുവാണിയൂരിനെ രക്ഷിക്കാൻ പറ്റൂ, ഈ കേരളത്തെ രക്ഷിക്കാൻ പറ്റൂ എന്നാണ് ഉത്തരമെങ്കിൽ ധൈര്യമായിട്ട് പൊയ്ക്കോ, നിങ്ങൾ കുത്തിക്കോ. ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടില്ല. 10 വർഷം, ഇപ്പോ 5 വർഷം കോൺഗ്രസ് ബെന്നി ബെഹനാൻ നിങ്ങൾ വോട്ട് ചെയ്തു. അതിന് മുന്നിൽ 5 വർഷം ഇന്നസെന്റ് LDF നിങ്ങൾ വോട്ട് ചെയ്തു. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടായി? 5 പൈസയുടെ ഗുണമുണ്ടായി 10 വർഷത്തിനുള്ളിൽ? ഉണ്ടായോ? ഈ നാടിൽ എന്തെങ്കിലും ഗുണമുണ്ടായോ? ഏതെങ്കിലും കല്യാണത്തിന് വരും, ഏതെങ്കിലും മരണ വീട്ടിൽ വരും. ആകെ കത്തില്ലാത്ത കുറെ ഹൈമാസ്റ്റർ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ട്. അത് വലിയൊരു ലാഭമുള്ള പരിപാടിയാണ്. കാരണം 3 ലക്ഷം രൂപ അതിന്റെ ചെലവുള്ളൂ. ഇവർ എഴുതിയെടുക്കുന്നത് 12-15 ലക്ഷം രൂപയാണ്. അപ്പൊ എത്രയാണ്? ഒരു ഹൈമാസ്റ്റ് ഇടുമ്പോൾ 9-10 ലക്ഷം രൂപ പോക്കറ്റിട്ട് പോകും. അതുകൊണ്ട് ഹൈമാസ്റ്റ് ഇടാൻ MP-മാർക്ക്, അപ്പൊ MP എന്നുള്ള പേര് മാറ്റിയിട്ട് ഹൈമാസ്റ്റ് എന്നാ ഇടണ്ട ഇവരെയൊക്കെ പേര്. ഒരു MBA അല്ലെങ്കിൽ MP-ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു തവണ നമ്മൾ 67 വർഷം പരീക്ഷിച്ചില്ലേ, ഒന്നും നേടിയില്ല. പടിയെടുത്താൽ ജീവിക്കാം, അതാണ് നമ്മുടെ സാഹചര്യം. അപ്പൊ ഈ തവണ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചിട്ട് ദൈവം നിങ്ങളോട്, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം പറയാണ് 2020-യിലൂടെയാണ് രക്ഷ എന്ന് പറയുകയാണെങ്കിൽ ആഞ്ഞു കുത്തുക, നിരാശപ്പെടില്ല. ദൈവം നമ്മോട് കൂടെയുണ്ട്. ഞാൻ ഈ ആട്ടും തുപ്പും എല്ലാം അതിജീവിച്ച് ഇത് ചെയ്യുന്ന ആ ശക്തിയിൽ മാത്രമാണത്. എപ്പോഴും പലപ്പോഴും ആഗ്രഹിക്കും, ഇത് വേണമായിരുന്നോ. അപ്പോഴൊക്കെ ഇതുപോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ വരുന്ന ആളുകളുടെ കണ്ണുനീര് കാണുമ്പോൾ ഒരിക്കലും ഒളിച്ചോടാൻ നമുക്ക് മനസ്സനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളും നാളെ മുതൽ അങ്ങനെ ഒരു തീരുമാനമാണ് ദൈവത്തിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ എല്ലാവരും പ്രാർത്ഥിക്കണം, ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. ഈ ഇരിക്കുന്ന ആളുകളെല്ലാവരും ഒരു 10-20 വോട്ട് വെച്ച് പിടിച്ചു നോക്കിയേ. ഓരോ വീടുകളും കയറണം, നിങ്ങൾ കയറിയിട്ട് യാചിക്കണം. നിങ്ങൾ 2020-ക്ക് വേണ്ടിയിട്ട് ഒരു വോട്ട്, ഒരു തവണ 5 വർഷത്തേക്ക് ഞങ്ങൾക്ക് ഒരു അവസരം എന്താ? നിങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ല. നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോ. അങ്ങനെ ജയിപ്പിച്ചിട്ട് കോൺഗ്രസിന്റെ MP-യും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിന്റെ MP-യും മാതിരിയാണ് ഹൈമാസ്റ്റർ ആയിട്ട് മാറുകയാണെങ്കിൽ ചാട്ടവാറ് കൊണ്ട് അടിച്ചിട്ട് ചവിട്ടി പുറത്താക്കിയോട്ടെ 2020-യുടെ MP-നെ. ആർക്കുണ്ട് ഇത്രയും ധൈര്യമായിട്ട് പറയാനായിട്ട്? നമുക്ക് മാത്രമേ പറയാൻ സാധിക്കൂ. ഇപ്പൊ പഞ്ചായത്ത് നമ്മൾ ഭരിക്കുന്നുണ്ട്. അവിടെ ചെന്ന് നോക്ക് നിങ്ങൾ. ചെന്നാൽ വെള്ളം കിട്ടും, ചായ കിട്ടും, കാപ്പി കിട്ടും, പപ്സ് കിട്ടും, കേക്ക് കിട്ടും, ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഭക്ഷണം കിട്ടും. ഒരു തവണ ചെന്നിട്ട് നിങ്ങൾക്ക് ആ സംഗതികൾ സാധിച്ചു തരാം. അപേക്ഷ എഴുതണമെങ്കിൽ അവർ എഴുതി തരും. പേപ്പറിന് പൈസ കൊടുക്കണ്ട. അവിടെ ചെന്ന രാജകീയ സ്വീകരണം. നിങ്ങൾ പോയി നോക്കാം. അവിടെ ഞാൻ പറയുന്നത് വിശ്വസിക്കണ്ട. അപ്പോ പഞ്ചായത്ത് മെമ്പർമാർ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണത്. നിങ്ങൾ അടുത്ത തവണ പ്രതിപക്ഷമില്ലാതെ ഈ പഞ്ചായത്ത് അങ്ങോട്ട് കൊടുക്കുക 2020-ക്ക്. എന്താ വ്യത്യാസം എന്നൊക്കെ അറിയാം. അപ്പോഴായിരിക്കും നിങ്ങൾ അറിയുന്നത് ഇതുപോലെയുള്ള ആനുകൂല്യങ്ങളൊക്കെ ഈ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നോ എന്നുള്ളത്. അന്നായിരിക്കും നിങ്ങൾ അറിയുന്നത്. ഇപ്പോ നമ്മുടെ മഴുവന്നൂരായിക്കോട്ടെ, കുന്നത്തുനാളിലായിക്കോട്ടെ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇനി ചെന്നു അന്ന് കാര്യം നടന്നില്ലെങ്കിൽ, 1 മണിക്കൂറിനുള്ള കാര്യം നടന്നില്ലെങ്കിൽ ആ മെമ്പർമാരുടെ ഉത്തരവാദിത്തമാണ് ആ പേപ്പർ അവരുടെ വീട്ടിലെത്തിക്കുക എന്നുള്ളത്. എവിടെയെങ്കിലും നടക്കുമോ? അത് 2020-ക്ക് മാത്രമേ നടക്കുള്ളൂ. അവരത് ചെയ്യുന്നുമുണ്ട്. ഇനി കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണമാണ്, അവരുടെ ആളുകൾക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ. കോൺഗ്രസ്സുകാരന്റെ ഭരണം കോൺഗ്രസ്സുകാർക്ക് മാത്രമേ കിട്ടുള്ളൂ. നമ്മള് കോൺഗ്രസ്സുകാരെന്നില്ല, കമ്മ്യൂണിസ്റ്റുകാരെന്നില്ല, BJP എന്നില്ല, 2020 എന്നില്ല, എല്ലാവർക്കും ഒരേ നീതി, തുല്യ നീതി നടപ്പാക്കിയിരിക്കുന്ന ഒരേ ഒരു പാർട്ടി 2020-ആണ്. ഇനി കേരളം നമ്മൾ ഭരിച്ചോട്ടെ. കേരളം നാളെ നമ്മുടെ കയ്യിലാണ് ഏൽപ്പിക്കുന്നതെങ്കിൽ ഇതുപോലെ ഒരാളും കൊല ചെയ്യപ്പെടില്ല, ഒരു കുട്ടികളും മയക്കുമരുന്നിന് അടിമപ്പെടില്ല. വിദ്യാലയത്തിൽ വിദ്യ പഠിപ്പിക്കുന്നത് മാത്രമായിട്ട് വരും. ഒരു കുട്ടികളും നാട് വിട്ടു പോവില്ല. അപ്പോ ആ സാഹചര്യത്തിലേക്ക് ആരുടെയും കൈ പൊങ്ങില്ല. ഇവിടെ ഒരു കുറ്റകൃത്യം ചെയ്യാനായിട്ട് കൈ പൊങ്ങി കഴിഞ്ഞാൽ അവൻ പിന്നെ പകല് കാണില്ല, അവൻ ജയിലിലായിരിക്കും കിടക്കുന്നത്. അതുപോലെ നമുക്ക് കൊണ്ടുവരണം. അപ്പൊ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന തീരുമാനം, നിങ്ങൾ അങ്ങനെ ഒരു MBA ഇവിടുന്ന് വിജയിപ്പിച്ചാൽ നിങ്ങൾ ഇതിനെ നിസ്സാരമായിട്ട് കാണരുത്. 2 MP-മാര് 2020-യുടെ വിജയിച്ചു കഴിഞ്ഞാൽ ഡൽഹിയിൽ 2020-യുടെ ആളുകൾ ചെല്ലുന്നു എന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ എഴുതി കുറിച്ചിട്ടുള്ളൂ. 2 MP-മാര് ഇത്തവണ വിജയിച്ചാൽ 26-ല് 140 നിയോജക മണ്ഡലത്തിൽ 2020 മത്സരിച്ചിരിക്കും. 2020 കേരളത്തിന്റെ അധികാരം ഏറ്റെടുത്തിരിക്കും. അതിനൊരു സംശയവും ഉണ്ടാവില്ല ആ കാര്യത്തിന്. അങ്ങനെയാണ് ഈ കേരളത്തിൽ വലിയൊരു മാറ്റമാണ് വരുന്നത്.
കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ, 85 ലക്ഷം കുടുംബങ്ങള് രക്ഷപ്പെടാനായിട്ടാണ് പോകുന്നത്. 3 നേരം സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ച് സന്തോഷമായിട്ട് സമാധാനമായിട്ട് സുരക്ഷിതമായിട്ട് ഏത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഏത് സമയത്തും ഇറങ്ങി നടക്കാവുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ കൊണ്ടുവരും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഇറങ്ങി പ്രവർത്തിക്കണം, യാചിക്കണം. നമുക്ക് വേണ്ടിയിട്ടല്ല, ഈ പറയുന്ന 3.5 കോടി ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യാചിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ യാചിച്ച് ഈ 2 സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്തില് ജീവിക്കാൻ കിട്ടുന്ന സമയത്ത് നമ്മൾ ഈ ലോകത്തിലെ ജനങ്ങളോട്, ഈ ലോകത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മമായിട്ട് ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ നിങ്ങളുടെയും എന്റെയും പേര് എഴുതിയിട്ടുണ്ടാവും വലിയ അക്ഷരത്തിൽ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. ഇനി ഞാൻ വീണ്ടും തിരുവാനിയൂർ വരുന്നതിന് മുമ്പ് ഷാർലി പോൾ MP-യുമായിട്ട് ഇവിടെ വരുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ ഒരിക്കൽ കൂടി ഇത്രയും വൈകിയ സമയത്തും സ്ത്രീകളും കുട്ടികളും, നാളെ എനിക്കറിയാം കുടുംബം പോകുന്നതിന്റെ കാര്യം. ഇനി വീട്ടിൽ ചെന്നിട്ട് കുട്ടികളുടെ ട്യൂഷൻ പറഞ്ഞു കൊടുക്കണം, പരീക്ഷയ്ക്ക് പറഞ്ഞു കൊടുക്കണം, ഭക്ഷണം പാകം ചെയ്യണം, നാളത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്യണം, ഇതൊക്കെ ചെയ്യണം. എൻ്റെ ഭാര്യ 4 മണിക്ക് എഴുന്നേൽക്കും കുട്ടികളെ സ്കൂളിൽ വിടണമെങ്കിൽ. അപ്പോൾ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ എപ്പോഴും ഓർക്കും എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ വിചാരിക്കും വീട്ടിലിരിക്കുന്ന ഭാര്യമാർക്ക് വളരെ സുഖമാണ്. അവര് നമ്മളെക്കാൾ ഭയങ്കര ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാണത്. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ 2020-യുടെ ആരാധകര്, ഏറ്റവും കൂടുതൽ 2020 ഉറച്ചു നിൽക്കുന്നത്. ധൈര്യമായിട്ട് തന്റേടമായിട്ട് നിൽക്കുന്നവരാണ്. തീർച്ചയായിട്ടും ആ കുടുംബങ്ങൾക്ക് സമാധാനം കൊടുക്കുക, സന്തോഷം കൊടുക്കുക. ഓരോ കുടുംബത്തിനെ കൈപിടിച്ചുയർത്താൻ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവും. ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.